നമസ്കാരം, നിങ്ങൾ കാണുന്നത് ഹ്യൂമൻ ടി വി വാർത്തകൾ. ഞാൻ ഹാജറ സെഹ്റവി. മനുഷ്യത്വവും കരുണയും ചേർന്ന ഒരു അപൂർവ മാതൃക ഇന്ന് തൃശൂരിൽ നിന്ന് ഉയർന്നിരിക്കുകയാണ്. സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമായി മാറുന്ന ഒരു ജനകീയ സംരംഭമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് കൂടപ്പുറപ്പെട്ട കരുതലെന്ന് ഞങ്ങളുടെ ഡിവിഷനിൽ ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ ഏരിയയിൽ കുറെ പേർക്ക് സർജറി കഴിഞ്ഞു. അപ്പൊ ഒത്തിരി പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓഫറോ അങ്ങോട്ടേയോ വീഴ്ചയോ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനില്ല. ഓരോ വീടുകളിൽ പോകുമ്പോൾ പതിവ് സന്ദർശനങ്ങൾക്ക് ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില വീടുകളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് നമുക്ക് പ്രശ്നിക്കുന്നത്. നിങ്ങൾ ഇതിന് കണ്ടിട്ട് കിട്ടിയത് എല്ലാം ഓഫർ കണ്ടാൽ മനസ്സിലാവും. ഇതിന് പേര് അടിച്ചിരിക്കുന്നത് ഒരാളുടെ സംഭാവനയായിട്ട് ഓഫർ കിട്ടി, പേര് അടിച്ചിട്ട് അതുപോലെ അതിന്റെ ഡാമേജ് തീർത്ത് അങ്ങനെ നമ്മളുടെ ആവശ്യത്തിന് പെട്ടെന്ന് ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാനായിട്ട് ഉള്ള ഒരു സംരംഭമായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കൂടപ്പുറപ്പുകളുടെ കരുതലെന്നാണ് അതിന്റെ ഈ ആശയത്തിൽ ഞാൻ പേരിട്ടിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ കുറച്ച് ഓഫറും വീൽചെയറൊക്കെ കയ്യിലിരിക്കുന്നു. നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ സാധനങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ മൂല്യം ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ ആഗ്രഹപ്പെട്ട കൈകളിലെത്തിക്കുന്ന പ്രതീക്ഷയോടെ ഞാൻ ഇവിടെ വന്നിരിക്കാം. സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമായി മാറുന്ന ഒരു ജനകീയ സംരംഭമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. തൃശൂർ വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ആശാ വർക്കർ ശ്രീമതി ബബിമോൾ ആരംഭിച്ച കൂടപ്പിറപ്പുകളുടെ കരുതൽ എന്ന പദ്ധതി സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ആരോഗ്യപരമായ അടിയന്തര സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്ന സാധാരണക്കാരെ സഹായിക്കാനുള്ള ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതി കൈയും കാലും ഒടിഞ്ഞതോ ശസ്ത്രക്രിയകൾ കഴിഞ്ഞതോ മൂലം താൽക്കാലികമായി സഹായോപകരണങ്ങൾ ആവശ്യമായവർക്കാണ് ആശ്വാസമാകുന്നത്. വീൽചെയർ, വാക്കർ, കമോഡ് ചെയർ തുടങ്ങിയ ഉപകരണങ്ങൾ സുമനസ്സുകളുടെ സഹായത്തോടെ ശേഖരിച്ച് ആവശ്യക്കാർക്ക് സൗജന്യമായി നൽകുന്നു. ഉപയോഗം കഴിഞ്ഞാൽ തിരികെ സ്വീകരിക്കുകയും ചെയ്യുന്ന മാതൃകാപരമായ പ്രവർത്തനമാണിത്. തൃശൂർ കോർപ്പറേഷൻ രാമവർമ്മപുരം ഡിവിഷനിലെ കൗൺസിലറുടെയും ജാക്ക് ടീമിന്റെയും സഹകരണത്തോടെ സ്വന്തം വീട് തന്നെ ഈ സേവനത്തിനായി കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നതിൽ ബബിമോളുടെയും ആത്മാർത്ഥതയും സമർപ്പണവും വ്യക്തമാണ്. ഇതോടൊപ്പം 2025 ആരോരുമില്ലാത്ത ഒരു അമ്മയെ സാമൂഹ്യനീതി വകുപ്പിന്റെ സംരക്ഷണത്തിലേക്ക് എത്തിച്ച പ്രവർത്തനവും ഈ പ്രവർത്തകയുടെ സേവന മനസ്സിന്റെ വ്യാപ്തി തെളിയിക്കുന്നു. കേരളത്തിലെ പ്രമുഖ മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് HRPM ഈ പദ്ധതിയെ അഭിനന്ദിച്ച് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി. സമൂഹത്തിന്റെ യഥാർത്ഥ ശക്തി കരുണയിലും പങ്കുവെക്കലിലുമാണെന്ന് HRPM ചൂണ്ടിക്കാട്ടി. സ്വന്തം പരിമിതികളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ വേദന കുറക്കാൻ ശ്രമിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തെ കൂടുതൽ മനുഷ്യത്വപരമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു. കൂടപ്പിറപ്പുകളുടെ കരുതൽ എന്ന സംരംഭം ഒരു പദ്ധതി മാത്രമല്ല, ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരാളും ഒറ്റപ്പെടുന്നില്ല എന്ന ശക്തമായ സന്ദേശം കൂടിയാണ്. ഇത്തരം മാതൃകകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഈ മഹത്തായ പ്രവർത്തനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ബബിമോൾക്കും പിന്തുണ നൽകുന്ന എല്ലാ സുമനസ്സുകൾക്കും അഭിനന്ദനങ്ങൾ. ഇതുപോലുള്ള കൂടുതൽ നല്ല വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.